ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. ഇന്ന് നമ്മൾ ഹിന്ദിയാണ് കുഞ്ഞുങ്ങളെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. 6ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ് ഉൾട്ട പുൾട്ട എന്ന് പറയുന്ന പാഠം കേട്ടോ. പാഠത്തിൻ്റെ പേര് നോക്കണേ കുഞ്ഞുങ്ങളെ, ഉൾട്ട പുൾട്ട എന്നാണ് കേട്ടോ. പുൾട്ട കേട്ടോ. ശ്രീ ഭഗവതി പ്രസാദ് ദ്വിവേദി എഴുതിയ ഉൾട്ട പുൾട്ട എന്ന കവിതയിലൂടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ സധൈര്യം നേരിടണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് എഴുതിയത് ആരാത്? ആദ്യം ഓരോ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളൊരു പാഠം പഠിക്കുമ്പം അത് കഥയാണോ കവിതയാണോ ഇതാരാണ് എഴുതിയത് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കേട്ടോ. പാഠത്തിൻ്റെ പേര് ഉൾട്ട പുൾട്ട എന്നാണ്. ഇത് എഴുതിയത് ശ്രീ ഭഗവതി പ്രസാദ് ദ്വിവേദി എന്നാണ് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു കവിതയാണ്. അപ്പോൾ ഈ കവിത ഞാൻ ടെസ്റ്റ് നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ടല്ലോ, അപ്പം അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ഇതൊരു കവിതയാണ് കേട്ടോ, കവിതയാണ്. ഈ കവിതയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്ര വീണാലും പരാജയപ്പെട്ടാലും ധൈര്യം നമ്മൾ കൈവിടരുത് കേട്ടോ. നമ്മൾ എത്ര വീണാലും അല്ലെങ്കിൽ പരാജയപ്പെട്ടാലും നമ്മുടെ ധൈര്യം കൈവിടരുതെന്ന് എന്ന സന്ദേശം നൽകുന്ന ഒരു പ്രചോദനാത്മകമായ ഒരു കുട്ടികളുടെ ഒരു കവിതയാണ് നമ്മൾ ഈ പറയുന്ന ഉൾട്ട പുൾട്ട എന്ന് പറയുന്നത് കേട്ടോ. ഉൾട്ട പുൾട്ടയുടെ അർത്ഥം തന്നെ എന്താണ്? തിരിഞ്ഞും മറിഞ്ഞും. ടോസ് ഇടുവെന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ നാണയം വെച്ചിട്ട് ടോസ് ഇടത്തില്ലേ, തിരിഞ്ഞും മറിഞ്ഞും. ടേണിങ് മറിഞ്ഞ് അല്ലേ, ടോസിങ് ആൻഡ് ടേണിങ്. ഓരോ വാക്കും പഠിച്ചിട്ടുണ്ടാവും ഞങ്ങളെ. നമ്മൾ പഠിക്കുന്ന പാഠത്തിൻ്റെ പേര് ഉൾട്ട പുൾട്ട എന്നാണ്. ഇത് എഴുതിയത് ശ്രീ ഭഗവതി പ്രസാദ് ദ്വിവേദി. നിങ്ങളെ അറിയാൻ വയ്യാത്ത ഹിന്ദിയൊക്കെ കൊച്ചിലെയൊക്കെ ഞാനും എല്ലാവരും അങ്ങനെ ഞങ്ങളെ ഹിന്ദി വാക്കുകൾ, അറിയാൻ വയ്യാത്ത വാക്കുകൾ ഹിന്ദിയുടെ അതിൻ്റെ മുകളിൽ എഴുതി വെച്ച് മലയാളത്തിലൊക്കെ എഴുതി വെച്ച് പഠിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എഴുതിയ ആള്, പാഠത്തിൻ്റെ പേര് ഉൾട്ട പുൾട്ട എന്ന വാക്കിൻ്റെ അർത്ഥം തിരിഞ്ഞും മറിഞ്ഞും, ടോസിങ് ആൻഡ് ടേണിങ് എന്നാണ് കേട്ടോ. മനസ്സിലായോ? ഇതിനകത്തിൽ എന്താ, നമ്മൾ എത്ര വീണാലും അല്ലെ എത്ര പരാജയപ്പെട്ടാലും നമ്മൾ ധൈര്യം കൈവിടരുതെന്നാണ് ഈ ഒരു കവിതയിൽ നമുക്ക് തരുന്ന സന്ദേശം. ഈ കവിതയിൽ മൃഗങ്ങളെ വെച്ചാണ് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കവിതയിൽ വിവിധ മൃഗങ്ങളുടെ ഉദാഹരണങ്ങളിലൂടെ കവി ജീവിതത്തിലെ ഒരു പ്രധാന സത്യം എടുത്തു കാണിക്കുന്നു. നമ്മുടെ മേൽക്കൂര, നമ്മുടെ മുറിയുടെയൊക്കെ മണ്ടയ്ക്കല്ലേ സ്ഥിരമുള്ള ആൾക്കാരാണ് ആരാ? പല്ലി ഇല്ലയോ കുഞ്ഞുങ്ങളെ? ഇല്ലേ? നമ്മൾ എത്ര വൃത്തിയാക്കി എങ്ങനെയൊക്കെ ഇട്ടാൽ എവിടുന്നെങ്കിലും ഒരെണ്ണം എന്തായാലും നമ്മുടെ വീടിനകത്ത് കാണും. ഒരെണ്ണമെങ്കിലും ഇല്ലാത്ത വീടില്ലേ അല്ലേ? അപ്പോൾ ഈ പല്ലിയെക്കുറിച്ച് ഒരു പ്രധാന സത്യം ഇവിടെ പറയുന്നുണ്ട്. മേൽക്കൂരയിൽ നിന്ന് വീണ പല്ലി ഉടൻ സുഖം പ്രാപിച്ച് വീണ്ടും നടക്കാൻ തുടങ്ങുന്നു. ഇപ്പം മേളിൽ നിന്നും പടയുന്ന താഴോട്ട് വീഴത്തില്ലോ നിങ്ങളെ, ഇല്ലയോ? പല്ലി താഴെ വീഴുന്നുണ്ടോ, തലയിൽ വീഴുന്നു, ദേഹത്ത് വീഴുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇതിങ്ങനെ താഴെ വീണാലും എന്താ, ചാടിയാലും ഒന്നുകിൽ അതിൻ്റെ വാലും മുറിച്ചിട്ടുണ്ടോ അത് ഓടുന്നതാണ് അല്ലേ? എന്തായാലും അത് പക്ഷെ നമ്മൾ വല്ലതും പെരയുടെ മണ്ടയ്ക്കൊന്നുണ്ടല്ലോ, കാലൊടിഞ്ഞ് കൈ ഒടിഞ്ഞ് നടു ഒടിഞ്ഞില്ലേ, ഒടിയാത്ത ഒന്നുമില്ല. പക്ഷെ പല്ലി അത്രയും പൊക്കത്തൊന്നും താഴെ വീണാലും എന്താണ്, അത് ഒന്നുകിൽ അതിൻ്റെ വാല് മുറിച്ചിട്ടാലും കുറച്ച് കഴിയുമ്പോൾ അത് കിളിച്ച് വരും, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കിളിച്ച് വരും അല്ലേ? അങ്ങനെ ഒരു പ്രത്യേകത പല്ലിക്കുണ്ട്. അപ്പം എന്താ ഇവിടെ പറയുന്നത്? അത് അത്രയും പൊക്കത്തു നിന്നും താഴെ വീണാലും അതെന്താണ്, വീണ്ടും അത് അവിടുന്ന് എഴുന്നേറ്റ് ഓടി അതങ്ങ് പോകുന്നു ഇല്ലേ? വീണ്ടും അവിടെ കിടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ല. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ, ഒരു മരക്കൊമ്പിൽ നിന്നും വീണ കുരങ്ങന് ഇപ്പം മരക്കൊമ്പിൽ ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് ചാടുമ്പോൾ അഥവാ അത് പിടികിട്ടാതെ താഴെ വീഴുന്നെങ്കിൽ തന്നെയും അത് പിന്നെയും അവിടുന്ന് ഓടി അടുത്ത മരക്കൊമ്പിലോട്ട് അത് കയറുന്നു അല്ലേ? മറ്റൊരു ശാഖയിലോട്ട് പിടിച്ചിട്ട് അവിടെ കിടന്ന് ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെയാണ് പാറ്റകളും ഉറുമ്പുകളും. നടക്കുമ്പോൾ അത് പെട്ടെന്ന് മറിഞ്ഞു വീഴുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? അതെന്താ അവിടെ അയ്യോ ഞാൻ മറിഞ്ഞു വീണേ, അയ്യോ എൻ്റെ നടു ഒടിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് നിലവിളിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. പാറ്റകളും ഉറുമ്പുകളും ഒക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് മറിഞ്ഞു വീഴുമ്പോൾ അവ കൈകാലുകൾ കുലുക്കി നിവർന്ന് ചാടി എഴുന്നേറ്റ് അത് തുടർന്ന് നടക്കുന്നു എന്നാണ്. ഉറുമ്പുകൾ, ചിലന്തികൾ, ഓന്തുകൾ എന്നിവയും വീഴുമ്പോൾ അവരവരുടെ ധൈര്യം ഒട്ടും കൈവിടുന്നില്ല. അവർ വീണാൽ തന്നെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നടക്കുന്നു അല്ലേ? ലളിതമായ ഭാഷയിലൂടെ, ദൈനംദിന ഉദാഹരണങ്ങളിലൂടെ ഈ കവിത കുട്ടികളെ ധൈര്യശാലികളും ദൃഢനിശ്ചയമുള്ളവരും പോസിറ്റീവുമായിരിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു എന്നാണ് ഇതിൻ്റെ ചുരുക്കം. ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്താ ഇതിൻ്റെ ചുരുക്കി ഒന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ, ഇതൊക്കെയാണ് ആ കവിതയ്ക്കകത്ത് പറയുന്നത്. ഒരു ചെറിയൊരു കവിതയാണ്. നിങ്ങളുടെ കൈ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കേട്ടോ ഓരോ വരിയും നമുക്ക് നോക്കാം. അതിന് ഒന്നാമത്തേൽ അറിഞ്ഞിരിക്കേണ്ട മീനിങ് ഉൾട്ട പുൾട്ട എന്ന് വെച്ചാൽ തിരിഞ്ഞും മറിഞ്ഞും, ടോസിങ് ആൻഡ് ടേണിങ് എന്നാണ്. ചിപ്പുക്കലി, ഇനി ഓരോ വാക്കും നോക്കണേ. ചിപ്പുകലി അല്ലേ? ചിപ്പുകലി എന്ന് ഞാൻ എടുത്ത് പറഞ്ഞത് പായും. എൻ്റെ അടുത്തൊരു രക്ഷകർത്താവ് പറഞ്ഞ കുഞ്ഞുങ്ങളെ, അയ്യോ എൻ്റെ കുഞ്ഞ് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവൻ കഷ്ടിച്ച് ഞാൻ തല്ലിക്കൊന്നും പഠിപ്പിച്ച് അവനെ എങ്ങനെയെങ്കിലും അക്ഷരമാക്കിയിട്ടുണ്ട് കേട്ടോ.
എങ്ങനെയെങ്കിലും ഞാൻ അവന് ഹിന്ദി എന്ന് പറയുന്നൊരു വിഷയമേ എടുക്കാറില്ല. ഞാൻ എങ്ങനെയെങ്കിലും തല്ലിയെടുത്ത് 100 അക്ഷരം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ടീച്ചറെ. പക്ഷേ അവന് ഹിന്ദി കാണുന്നതേ അവനങ്ങ് ദേഷ്യമാണ്. ഹിന്ദി എടുക്കാൻ പറയുമ്പോഴേ അവനങ്ങ് ദേഷ്യമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ചെടുക്കാവോ ഇതൊക്കെ കേട്ടോ. അപ്പം ഞാൻ അവർക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ ക്ലാസ് ഇടുന്നത്. എല്ലാം അറിയാവുന്ന ഒരാളാണെങ്കിൽ ഇത് കാണേണ്ട കാര്യമില്ല. ഹിന്ദി ഒന്നും അറിയാൻ വയ്യാതെ കേട്ടോ അങ്ങനെയുള്ളവർ കാരണം അതേ രീതിയിൽ അങ്ങനെ എടുത്ത് ഓരോ വാക്കും ഇപ്പം ചിപ്കലി പല്ലി, പക്ഷെ ചിപ്പ് കലി എന്ന് ഞാൻ പറയുന്നത് അവിടെ ചീയും പായും കായും ലീയും അവിടെ ഉണ്ട്. ചിപ്പ് കലി കേട്ടോ. ചിപ്പ് കലി എന്ന് വെച്ചാൽ പല്ലി. ഈ വാക്കുകളൊക്കെ പഠിച്ചു വെച്ചേക്കണ്ടേ. ചിപ്പ് കലി എന്ന് വെച്ചാൽ പല്ലി. തുരം, രായുടെ മണ്ടയ്ക്ക് കുത്തിട്ടാലേ രം എന്ന് ഉച്ചരിക്കാം കേട്ടോ. തുരന്ത് എന്ന് വെച്ചാൽ പെട്ടെന്ന്. തുരന്ത്, തുരന്ത് പെട്ടെന്ന്. ഛത്ത്, ഛത്ത് മീൻസ് മേൽക്കൂര. ഈ പല്ലി വന്നിരിക്കുന്ന സ്ഥലം നമ്മുടെ മുറിയുടെ ടോപ്പിൽ വന്നിരിക്കത്തില്ലേ, മേളിൽ, അതാ ഉദ്ദേശിക്കുന്നത് ഇവിടെ മേൽക്കൂരാന്ന് കേട്ടോ. അല്ല ടോപ്പിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പല്ലി വന്ന് നമ്മുടെ മുറിയുടെയൊക്കെ സൈഡിൽ മേളി വന്നിരിക്കത്തില്ലേ, ഇവിടെ അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഛത്ത്, മേൽക്കൂര. അപ്പനെ ആപ്പെന്ന് വെച്ചാൽ സ്വയം, സ്വന്തമായിട്ട്. പിന്നെ ചപ്പാക്കെന്ന് വെച്ചാൽ പല്ലി താഴെ വീഴുന്നത് സൗണ്ട്. ടപ്പയെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അയ്യോ ടപ്പയെന്ന് താഴെ വീണു, അയ്യോ അതെന്താ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത്. താഴെ വീഴുന്നത് ടപ്പോ ടപ്പേ അല്ലേ എന്നൊക്കെ പല രീതിയിലും നമുക്ക് പറയാം അല്ലേ. അങ്ങനെ ആ താഴെ വീഴുന്നതിന് പറയുന്ന കുഞ്ഞുങ്ങളെ പല്ലി താഴെ വീഴുന്നതിന് എന്ത് സൗണ്ടാ? ചപ്പാക്ക് കേട്ടോ. ചപ്പാക്ക്, പല്ലി താഴെ വീഴുന്ന സൗണ്ട്. അപ്പോൾ ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്നപ്പം നോക്കി. ഇത്രയും മീനിങ് അങ്ങ് പഠിച്ചേ. ഒരു മറക്കല്ലേ കുഞ്ഞുങ്ങളെ. ഉൾട്ടാ പുൾട്ടാ എന്ന് വെച്ചാൽ എന്താണ്? തിരിഞ്ഞും മറിഞ്ഞും. ചിപ്പുകലി എന്ന് വെച്ചാൽ പല്ലിയാണ്. തുരന്തെന്ന് വെച്ചാൽ പെട്ടെന്ന്. പിന്നെ ഛത്തെന്ന് വെച്ചാൽ മേൽക്കൂര. അപ്പനയാപ്പെന്ന് വെച്ചാൽ സ്വയം. ചപ്പാക്കെന്ന് വെച്ചാൽ പല്ലി താഴെ വീഴുന്ന സൗണ്ടിനാണ് കേട്ടല്ലോ ഒന്നാമത്തെ. അങ്ങനെയാണെങ്കിൽ നമ്മളെന്താ അതിൻ്റെ ഫസ്റ്റ് കവിതയുടെ ആദ്യത്തെ 4 വരി നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ചൽട്ടേ ചൽട്ടേ നിച്ചലി ചത്സേ കേട്ടോ. ടെസ്റ്റ് ചെയ്ത് നോക്കണേ കുഞ്ഞുങ്ങളെ. ഗിർത്തി ജബ് ചിപ്കലി ചപ്പാക്ക് തുരന്ത് സംഫൽ ജാതി ഉസ് ക്ഷണഹി ഉഡ് ചൽ ദേത്തി അപ്പനെ ആപ്പ് എന്ന് വെച്ചാൽ നടന്ന് താഴത്തെ മേൽക്കൂരയിൽ നിന്നും. താഴത്തെ മേൽക്കൂര എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ താഴെ നിൽക്കുമ്പോൾ അതിൻ്റെ ആ ടോപ്പ് ഭാഗം, അതായത് താഴത്തെ മേൽക്കൂര, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയാൻ, ഇതിപ്പോൾ ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാനിങ്ങനെ ഇതിൻ്റെയൊക്കെ മലയാളം ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾ ഇത് കാണാതെ ഒന്നും പഠിക്കണ്ട. ഈ പല്ലി ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, നമ്മൾ നോക്കുമ്പം ഭിത്തിയുടെ സൈഡിലും മേളിലും അവിടെ ഇവിടെയൊക്കെ വന്ന് ഇരിക്കത്തില്ലേ, ആ പല്ലി അതിൻ്റെ മുകളിൽ നിന്നും പടയെന്ന് അല്ലേ ചടപട എന്ന് പല ഇതിലും അല്ലേ, ടപ്പയെന്ന് ചടപട, അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത് അല്ലേ. ചപ്പാക്ക് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ചപ്പാക്ക് എന്ന് വെച്ചാൽ പല്ലി താഴെ വീഴുന്ന ആ ഒരു സൗണ്ടിനാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇതിൻ്റെ എല്ലാ അർത്ഥമൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്. എന്താ നിങ്ങളെ ചപ്പാക്ക് ഞാനിപ്പോൾ പറഞ്ഞ ചപ്പാക്ക് പല്ലി താഴെ വീഴുന്ന ആ ഒരു സൗണ്ട് അല്ലേ. അപ്പം ചൽത്തേ ചൽത്തേ നിച്ചലി ചത്തസേ ഗിർത്തി ജബ് ചിപ്കലി ചപ്പാക്ക് തുരന്ത് എന്നുണ്ടല്ലോ സംഫാൽ ജാതി ഉസ് ക്ഷണഹി ഉടുച്ചൽ ദേത്തി അപ്പനെ ആപ്പ്. ഇപ്പം പല്ലി മേൽക്കൂരയിൽ നിന്നും താഴെ വീഴുമ്പോൾ എന്താ പെട്ടെന്ന് അത് പൂർവ്വസ്ഥിതിയിൽ അതേ സമയം തന്നെ സ്വയം അങ്ങ് എഴുന്നേറ്റ് അത് നടന്നു പോകുന്നു. ചുരുക്കം പറഞ്ഞാൽ മേളിൽ നിന്നും പല്ലി താഴെ വീഴത്തില്ലേ. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, താഴെ വീണ് കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ അയ്യോ എൻ്റെ നടുപിടിഞ്ഞേ, ഞാൻ മണ്ടേന്ന് താഴെ വീടേ, അയ്യോ നാട്ടുകാർ ഓടി പോയോ, എൻ്റെ കാലുടിഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുവാന്നോ? അല്ല, എന്താ അതവിടുന്ന് ഒന്നുകിൽ ചിലപ്പോൾ വാല് മുറിച്ചിട്ടിട്ട് അത് എസ്കേപ്പ് ആവും അല്ലേ. ആരെങ്കിലും അവിടെ നിൽപ്പുണ്ടെങ്കിൽ അന്നേരം അവിടുന്ന് എസ്കേപ്പ് ആയി അത് എങ്ങോട്ടേലും പോവും അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട്, എത്രയോ കണ്ടിട്ടുണ്ട്. അത് അവിടുന്ന് പൂർവ്വസ്ഥിതിയിലോട്ട് അത് പോകുന്നു. സംഭവം പിടികിട്ടിയോ? ഇത് കാണാതൊന്നും പഠിക്കണ്ട. പല്ലി മുകളിൽ നിന്നും താഴെ വീണ് കഴിഞ്ഞാൽ കേട്ടോ, ചടപട അല്ലെ ടപ്പയെന്നുള്ള സൗണ്ടിൽ വീഴുമ്പോൾ പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്തോ നിങ്ങളെ പൂർവ്വസ്ഥിതിയിൽ അതേ സമയം തന്നെ അത് സ്വയം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണോ? ഇനി അതത്രേ ഉള്ളൂ നിങ്ങളെ മനസ്സിലായേ. അതിൻ്റെ രണ്ടാമത്തേതിനകത്തിലെ മീനിങ് ഊപ്പർന്ന് വെച്ചാൽ മുകളിൽ, ബന്ദർന്ന് വെച്ചാൽ കുരങ്ങന്. ഇതൊക്കെ എഴുതുന്നത് നോക്കണേ. നമ്മുടെ ആ എക്സസൈസിനകത്തിലൊക്കെ ഇതിൻ്റെയൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ബന്ദർന്ന് വെച്ചാൽ കുരങ്ങൻ. ഡാലി എന്ന് വെച്ചാൽ വൃക്ഷത്തിൻ്റെ ശാഖയാവും നിങ്ങളെ, ബ്രാഞ്ച് ഓഫ് ട്രീ. മരത്തിൻ്റെ ശാഖയുണ്ടല്ലോ നമ്മൾ, ചില്ല അല്ലേ, മരത്തിൻ്റെ ചില്ലകൾ, അതാ ഡാലി. ചടപടെന്ന് വെച്ചാൽ പെട്ടെന്ന്, ഛട്പട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന്. ആംഖോം മീംചെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ച്, കണ്ണുകൾ ഇങ്ങനെ ചിമ്മി ചിമ്മി അടക്കത്തില്ലേ, അതാണ്. ഗിർത്ത എന്ന് വെച്ചാൽ താഴേക്ക് വീഴുക. പക്കടെന്ന് വെച്ചാൽ പിടിക്കുക. ഹംസത എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഹംസത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിക്കുന്നു
കേട്ടോ. ഇതൊക്കെ നമ്മുടെ ആ പാട്ടിനകത്തിലെ ഓരോ വാക്കുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ അർത്ഥമൊന്നും ഇങ്ങനൊന്നും ചോദിക്കത്തില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഊപ്പർ എന്ന് വെച്ചാൽ മുകളിൽ, ബന്ദർ എന്ന് വെച്ചാൽ കുരങ്ങൻ, ഡാലി എന്ന് വെച്ചാൽ വൃക്ഷത്തിൻ്റെ ചില്ല അല്ലെങ്കിൽ ശാഖ, ചട്പട എന്ന് വെച്ചാൽ പെട്ടെന്ന്, ആംഖോ മീച്ചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ച്, ഗിർത്ത എന്ന് വെച്ചാൽ താഴേക്ക് വീഴുക, പകട് എന്ന് വെച്ചാൽ പിടിക്കുക, പക്കട് പിടിക്കുന്നു, നമ്മുടെ മേലി ഇങ്ങനെ ഈ വരച്ചേക്കുന്നുണ്ടോ ഹംസത്ത് അല്ലേ, ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത വരി നോക്കിയോ നിങ്ങളിവിടെ, ऊपर की डाली से बंदर जब आ गिरता है नीचे चटपट पकड़ दूसरी डाली हामसता है आम के मीमचे മീംചേ എന്ന് വെച്ചാൽ മുകളിലെ വൃക്ഷത്തിൻ്റെ ശാഖകളിൽ നിന്ന് മുമ്പ് നമ്മൾ പറഞ്ഞു എന്താ, കുരങ്ങന് ഇപ്പം ഓരോ ചില്ല ചാടിയല്ലേ കുരങ്ങൻ പോകുന്നത് അല്ലേ, അപ്പുറത്തെ ചില്ലേന്ന് ഇപ്പുറത്തെ അങ്ങനെ ചാടി അഥവാ ഒന്ന് പിടിവിട്ടെന്ന് വെച്ചു, അത് താഴെ വീണാലും എന്താണ്, അപ്പടെ അത് അവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്ത ചില്ലയിലോട്ട് ചാടി പോകുന്നു. അവിടെ കിടന്ന് കരഞ്ഞോട്ട് കിടക്കുവാന്നോ? അല്ല, മനസ്സിലാക്കണേ. അതായത് മുകളിലെ വൃക്ഷത്തിൻ്റെ ശാഖയിൽ നിന്നും താഴേക്ക് വീഴുമ്പോൾ പെട്ടെന്ന് മറ്റേ കൊമ്പ് പിടിച്ച് കണ്ണടച്ച് അത് മാറി നിന്ന് ചിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. കണ്ണടച്ച് ചിരിക്കുന്നു എന്നും പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. മനസ്സിലാക്കണോ? ഹംസത്താഹേ ആംഖേ മീച്ചെ, അതാണ് ആ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വരിയിൽ എന്താ കുഞ്ഞുങ്ങളെ പറഞ്ഞിരിക്കുന്നത്? പല്ലി അല്ലേ, പല്ലി ഓരോന്നിൻ്റെയും അർത്ഥം ഒന്ന് പഠിച്ചു. ചിപ്പുക്കല്ലിയാണ് പല്ലി. ചപ്പാക്കെന്ന് വെച്ചാൽ എന്താണ്? ചപ്പാക്ക് താഴെ വീഴുന്ന സൗണ്ട് കേട്ടോ. ഒന്ന് പഠിക്കുമ്പോൾ ഒന്ന് മറന്നു പോകല്ലേ. പല്ലി താഴെ വീഴുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് പെട്ടെന്ന് തന്നെ അതെന്താ പൂർവ്വസ്ഥിതിയിലോട്ട് എന്ത് ചെയ്യുന്നു? അതേസമയം തന്നെ സ്വയം എഴുന്നേറ്റ് അത് നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതവിടെ കിടന്ന് കരയുമല്ല. അതുപോലെ തന്നെ പറയുന്നുണ്ട് ബന്ദർ ഒരു ചില്ലയിൽ നിന്നും മറ്റൊരു ചില്ലയിലോട്ട് ചാടി നടന്നാക്കുമ്പോൾ പിടിവെട്ട് അഥവാ വീണാലും എന്താ കുഞ്ഞുങ്ങളെ, അത് അടുത്ത ചില്ലയിൽ കയറി പിടിച്ചിട്ട് അത് ആ ചില്ലമേൽ കിടന്ന് എന്താ, ടെസ്റ്റിലൊരു പടം കൊടുത്തിട്ടുണ്ട്, അത് കിടന്ന് എന്താ ഊഞ്ഞാലാടി ചിരിച്ച് ഊഞ്ഞാലാടുന്നതായിട്ടൊക്കെ ഒരു പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്, കണ്ണടച്ച് ചിരിക്കുന്നു എന്നാണ്. ദൂസരി ഡാലി എന്ന് വെച്ചാൽ ഒരു ചില്ലയിൽ നിന്നും മറ്റൊരു ചില്ലയിലേക്ക് കേട്ടോ. ദൂസരി ഡാലി മറ്റൊരു ജില്ല. ആംകെ മീച്ചെന്ന് വെച്ചാൽ കണ്ണുകൾ അടച്ച്. വാക്കുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ ആ രണ്ടെണ്ണവും പഠിച്ചല്ലോ. ഓക്കെ ആണോ നിങ്ങളെ? മീനിങ് ഒക്കെ നിങ്ങൾ ഒന്നുകൂടെ കേട്ടോ, ഇതെല്ലാം മീനിങ് ഒന്നും കൂടെ ഒക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കണേ കേട്ടോ. എല്ലാം നോക്കിക്കേ, ഞാൻ വായിച്ച് തരുന്നത് നിങ്ങളൊന്ന് നോക്കിക്കോണ്ടേ. ഇനി വായിച്ച് തരുന്നതിൽ തെറ്റുമല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ നിങ്ങൾ കേട്ടോ. ദൂസരി ഡാലി എന്ന് വെച്ചാൽ മറ്റൊരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക്. ആംഖ് എന്ന് വെച്ചാൽ കണ്ണാണ് അല്ലേ. ആംഖേ മീംചേ എന്ന് വെച്ചാൽ ഇവിടെ കണ്ണുകൾ അടച്ച് ഇങ്ങനെ ചിമ്മി കാണിക്കത്തില്ലേ, അത് തന്നെ. ഓക്കെ, അപ്പോൾ അത് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ നോക്കൂ കുഞ്ഞുങ്ങളെ, മൂന്നാമത്തെ വരിയുടെ നോക്കിക്കേ. തിൽച്ചട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക? തിൽച്ചട്ടെ തീ നോക്കിയേ, തിൽച്ചട്ടെ. നമ്മളിപ്പം എന്തോത്തിൻ്റെയൊക്കെ പഠിച്ചു? പല്ലി അല്ലേ, ചിപ്പുക്കലി പല്ലിയെക്കുറിച്ച് പറഞ്ഞു, ബന്ദർ കുരങ്ങനെ കുറിച്ച് പറഞ്ഞു. അടുത്ത് നോക്കിയോ നിങ്ങളെ, തിൽച്ചട്ടെ എന്ന് വെച്ചാൽ പാറ്റകളിനാണ് ഹിന്ദി പറയുന്നത് കേട്ടോ. തിൽച്ചട്ടെ എന്ന് വെച്ചാൽ പാറ്റകൾ. ചീംഡേ എന്ന് വെച്ച് കഴിഞ്ഞാലോ, ചീംഡെന്ന് വെച്ചാൽ എന്താ? ചീംഡ് ഉറുമ്പാണ് അല്ലേ. ചീംഡേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ ഉറുമ്പുകൾ. ഏകായേക്കെന്ന് വെച്ചാൽ പെട്ടെന്ന്. അതിനും ഏകായേക്കെന്ന് വെച്ചാൽ ഏകായേകെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്, അവിടെയും പെട്ടെന്നെന്ന് അർത്ഥമുണ്ട്. പലട്ടെന്ന് വെച്ചാൽ മറിയുക. ചൽത്തെ നടക്കുമ്പോൾ. ഹാത്ത് ഹതെന്ന് എഴുതി വെച്ചിരുന്നത് അല്ലേ, ഹാത്താണ്. ഹാത്തെന്ന് വെച്ചാൽ ഹാത്ത് തിരിഞ്ഞെഴുതി വെച്ചിരിക്കുന്നത്. പയറ് കാലാവും കേട്ടോ. പയർ കാലും ഹാത്ത് കയ്യുമാണ്. ഹാത്ത് കയ്യ് പയർ കാല് കേട്ടോ. പിന്നെ ചടക്ക് ഹാത്ത് പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചടക്കെന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? കുടയുക എന്നർത്ഥമുണ്ട് കേട്ടോ. ചടക്ക് കുടയുക. എന്ത് കുടഞ്ഞു? ഹാത്തും പയറും, കൈകാലുകൾ കുടഞ്ഞ്. സീധേ നേരെ. അപ്പോൾ ഇത്രയും മീനിങ് ഓരോ 4 വരിയുടെയും അർത്ഥം എഴുതി വെച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞേക്കുന്നത് കേട്ടോ. മനസ്സിലാക്കണേ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ഈ രണ്ടെണ്ണം ഏതാ? തിൽച്ചട്ടയും ചീംഡയും കേട്ടോ. പാറ്റകളും വലിയ ഉറുമ്പുകളും. അപ്പോൾ അതിനകത്തിലെ തിൽച്ചടേ, ചീംഡേ, ജബ് ചലത്തെ, एकाएक पलट जाते हैं. चड़क हाथ पैरों का अपने फिर सीधे हो चल
എന്താ പാത്തേഹെ എന്ന് വെച്ചാൽ പാറ്റകളും ഉറുമ്പുകളും നടക്കുമ്പോൾ അത് മറിഞ്ഞു വീഴുന്നു അല്ലേ. പാറ്റകളും ഉറുമ്പുകളും നടക്കുമ്പോൾ അത് മറിഞ്ഞു വീഴുന്നുണ്ട്. പക്ഷെ എന്താ, മറിഞ്ഞു വീണ അവിടെ കിടക്കുമല്ല. അതും മുമ്പ് നമ്മൾ എന്താ ചിപ്പുകലി പല്ലിയെക്കുറിച്ച് പറഞ്ഞതും കുരങ്ങനെ കുറിച്ച് പറഞ്ഞതും ഒക്കെ പോലെ തന്നെ നിങ്ങളെ ഈ പാറ്റയും ഉറുമ്പുകളും അവയെ നടക്കുമ്പോൾ മറിഞ്ഞു വീഴുമ്പോൾ അത് കൈകാലുകൾ കുടഞ്ഞ് വീണ്ടും നേരെ അങ്ങ് നടക്കാൻ തുടങ്ങുന്നു. കൈകാലുകൾ അവിടെ ഇട്ടൊന്ന് കുടഞ്ഞിട്ട് എന്താ നിങ്ങളെ അത് നേരെ നടക്കാൻ തുടങ്ങുന്നു. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തത് ഓരോന്ന് പഠിക്കുമ്പോഴും ഒന്നും മറന്നു പോകല്. ചിപ്പുകലിയാണ് നമ്മുടെ പെരയുടെ സൈഡിൽ മണ്ടയ്ക്കൊന്ന് താഴെ വീണാലല്ലേ താഴെ വീഴുക എന്നുള്ളതിന് ചപ്പാക്കെന്നാണ്. താഴെ വീണാലും എന്താണ് അത് എന്താ അന്നേരം തന്നെ എഴുന്നേറ്റ് അത് പോകുന്നു. ബന്ദറും അതുപോലെ ഒരു മരത്തിൻ്റെ ചില്ലയിൽ നിന്ന് മറ്റൊന്നിലോട്ട് ചാടി മറിഞ്ഞു വീണാലും അതെന്താ എഴുന്നേറ്റ് അടുത്ത ചില്ലയിൽ പോയിന്ന് എന്താ അത് മാറി നിന്ന് ചിരിക്കുന്നതായിട്ടല്ലേ ഹംസത്തെ അല്ലേ അത് ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ പാറ്റകളും ഉറുമ്പുകളും ഒക്കെ അതിങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ പറഞ്ഞു വീടാലും എന്താ കൈകാലുകൾ കുടഞ്ഞ് അത് വീണ്ടും നേരെ എന്താ നടക്കാൻ തുടങ്ങുന്നു. മനസ്സിലായോ? ഇനി ചീംഡി എന്ന് വെച്ചാൽ ചെറിയ ഉറുമ്പുകൾ കേട്ടോ. ചീംഡേ എന്ന് വെച്ചാൽ വലിയ ഉറുമ്പാണ്. ചീംഡേ എന്ന് വെച്ചാൽ വലിയ ഉറുമ്പാണ്. ചീംഡി എന്ന് വെച്ചാൽ ചെറിയ ഉറുമ്പാണ് കേട്ടോ. അപ്പനി എന്ന് വെച്ചാൽ സ്വന്തമാണ്. ഗിർത്തി എന്ന് വെച്ചാൽ വീഴുന്നു. സാഹസ് എന്ന് വെച്ചാൽ ധൈര്യം. മക്കടെ എന്ന് വെച്ചാൽ വലിയ ചിലന്തി. അണ്ട് ഈ ചില വാക്കുകളൊക്കെ ഞാൻ ഈ ഓരോന്നിൻ്റെയും പേരെടുത്ത് പറയുന്നുണ്ട്. ചീംഡി ചെറിയ ഉറുമ്പ്, മക്കടെ ഡായയുടെ ഇട്ട് മേലി വരയുണ്ട്. മക്കടെ എന്ന് വെച്ചാൽ വലിയ ചിലന്തികൾ. ഗിർഗിഡ് എന്ന് വെച്ചാൽ ഓന്ത് കേട്ടോ. ഗിർഗിഡ് ചാമിലിയോണിന് ഗിർഗിഡ് ഓന്ത്. അപ്പോൾ എത്ര അനിമൽസിൻ്റെ അല്ലേ പേര് നമ്മൾ പറഞ്ഞു നോക്കിയേ. അത് ആംഖേം എന്താ മൽത്തെ കണ്ണുകൾ തിരുമുക എന്നർത്ഥം കേട്ടോ. ആംഖേ മൽത്തെ കണ്ണുകൾ തിരുമുക. അതായത് ചീംഡി ഗിർത്തി, മക്കടെ ഗിർത്തെ, ഗിർഗിഡ് ഗിർത്തെ ഓർ സംഫലത്തെ, ഗിർനെ पर वे साहस खोकर കഫീന അപ്പനി ആംഖെ മൽത്തെ. ഉറുമ്പുകൾ വീഴുന്നു. ഈ ഗിർത്തി എന്ന് വെച്ചാൽ എന്തുവാ? ഗിർത്തി വീഴുക എന്നാ കേട്ടോ. ഗിർത്തി കണ്ടു എഴുതി വെച്ചിട്ടുണ്ട് വീഴുക. ചീംഡി എന്ന് വെച്ചാൽ ഉറുമ്പുകൾ വീഴുന്നു. അതുപോലെ തന്നെ മക്കടെ ചിലന്തികൾ വീഴുന്നു. അതുപോലെ ഗിർഗിഡ് ഓന്തുകൾ വീഴുന്നു. ഈ വീഴുന്നവയൊക്കെ എന്ത് ചെയ്യുക? അവിടെ കിടക്കുവാന്നോ? ഇതൊക്കെ വീഴുന്നെന്ന് നമുക്കറിയാം. വീഴുന്നതെല്ലാം അവിടെ കിടക്കുവാന്നോ കുഞ്ഞുങ്ങളെ? അല്ല. എന്താ ധൈര്യത്തോടെ അവർ എഴുന്നേറ്റ് നടക്കുന്നു അല്ലേ. അപ്പം എന്താ ഗിർനെ പർ വേ സാഹസ് ഖോക്കർ കഫീൻ അപ്പനി ആം കേമൽത്തെ. വീഴുമ്പോൾ അവർ ധൈര്യം കൈവിട്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവിടെ കണ്ണുകൾ തിരുമാറില്ല എന്ന് വെച്ചാൽ അവിടെ കിടന്ന് കരയുന്നില്ല അല്ലേ. അതല്ലേ ചുരുക്കം. അവർ വീണു എന്നും പറഞ്ഞ് അവിടെ കിടന്ന് നമ്മളൊക്കെ ആണെങ്കിൽ വീണ ഉടനെ അയ്യോ എന്തൊക്കെയാ ഇല്ലേ, അയ്യോ ഓടിവായോ നാട്ടുകാരെ ഞാൻ മറിഞ്ഞ് വീടയില്ലേ എന്തൊക്കെയാ. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ എന്താ പല്ലി ആയാലും കുരങ്ങനായാലും ഉറുമ്പായാലും പാറ്റകളായാലും അല്ലേ എന്താ ഓന്തിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇവയൊക്കെ എന്താ കുഞ്ഞുങ്ങളെ മറിഞ്ഞു വീണാലും അവർ ധൈര്യത്തോടെ എഴുന്നേറ്റ് നടക്കുന്നു. വീഴ്ചകളിലൊന്നും പതറാതെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുക എന്നതാണ് നമ്മുടെ എഴുത്തുകാരിയായ ആരാണ് ശ്രീ ഭഗവതി പ്രസാദ് ദ്വേദി നമ്മളോട് പറയുന്നത്. നമ്മുടെ മുന്നിൽ നിങ്ങളിപ്പോൾ 6ാം ക്ലാസ് ആയതേ ഉള്ളൂ. നമ്മുടെ മുന്നിൽ ഒരുപാട് വീഴത്തക്ക രീതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീഴ്ച പല വിധമുണ്ടോ കുഞ്ഞുങ്ങളെ. വീഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീഴ്ചയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വീഴ്ചകളും നമുക്കുണ്ടാകുന്ന ആ വീഴ്ചകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അതിലൊന്നും പതറാതെ എന്ത് ചെയ്യുക? സധൈര്യം നമ്മൾ മുന്നോട്ട് പോകുക കേട്ടോ. വീഴുമ്പോൾ അവർ ധൈര്യം കൈവിട്ട് ഒരിക്കലും കണ്ണുകൾ തിരുമാറില്ല എന്നാണ് ആ പാഠത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തിൽ ഇനി ഒരു 2 വരിയും കൂടെ ഉണ്ട് അല്ലേ. നോക്കൂ നിങ്ങൾ. അടുത്ത പൊടി. ധൂലെന്ന് വെച്ചാൽ പൊടി. ചാട് എന്ന് വെച്ചാൽ തട്ടിക്കളഞ്ഞിട്ട്. ഹിമ്മത് എന്ന് വെച്ചാൽ ധൈര്യത്തോടെ. തുരന്തം എന്ന് വെച്ചാൽ പെട്ടെന്ന്. പശ്ചാത്താപ എന്ന് വെച്ചാൽ പശ്ചാത്തപിക്കുക. പിച്ചിടനെ എന്ന് വെച്ചാൽ പിന്നിലാകുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഗിർനെ ഓർ പിച്ചിടനെ പർ ജോ ഹിമ്മത്ത് ഖോത്തെ പശ്ചാത്താത്തെ ഹേ ധൂൽ ഛാട് ജോ തുരന്ത് സംഫലത്തെ വേ ജീവൻ മേം സുഖ് പാത്തേ ഹേ. വീഴുകയും പിന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ ധൈര്യം നഷ്ടപ്പെട്ട് പശ്ചാത്തപിക്കുന്നവർ പൊടി തട്ടി ഉടൻ എഴുന്നേറ്റ് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. നമ്മൾ വീഴുകയും അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ നമ്മൾ പിന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അതിനൊന്നും നമ്മുടെ ധൈര്യം നഷ്ടപ്പെടുത്താതെ പശ്ചാത്തപിക്കുന്നവർ പൊടി തട്ടി ഉടൻ എഴുന്നേറ്റിട്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നു എന്നാണ് പറയുന്നത്
വല്ലോ മനസ്സിലായോ? അപ്പോൾ ഇതിനകത്തിലെ കുറേ വൺ വേഡുകളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഇങ്ങനെ. അതായത് ഇപ്പോൾ കുറേ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണേ. പല്ലിക്ക് ചിപ്പുകലി എന്നാണ്, കുരങ്ങനെ ബന്ദറാണ്, പാറ്റയ്ക്ക് തിൽച്ചടാന്നാണ്, ചിലന്തിക്ക് മക്കടി, ഓന്തിന് ഗിർഗിഡ്, ചീംടിക്ക് ഉറുമ്പ് കേട്ടോ. ഈ 6 വില്ലപ്പനൊക്കെ ചോദിക്കും കേട്ടോ. കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവറിൻ്റെ പേര് അല്ലെങ്കിൽ ബേർഡ്സിൻ്റെ പേര് ഇങ്ങനെയൊക്കെ കുറേ തന്നിട്ടായിരുന്നു അല്ലേ. എഗ്ദോത്തിന് 20 വരെ എഴുതാൻ ചോദിക്കും. അതൊക്കെയായിരുന്നു ഓണപ്പരീക്ഷയ്ക്കൊക്കെ വന്നത്. ഇനി അത് മാറി കുറച്ചുകൂടെ ആയി. ഇനി ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ചിപ്പുകലി, ബന്ദർ കേട്ടോ, മക്കടി, ചീംടി, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ എന്താണെന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടല്ലോ. അതിൻ്റെ ഇപ്പം നമ്മൾ ഈ വായിച്ചതിനകത്തിൽ വൺ വേർഡായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുഞ്ഞിന് ചിപ്പുകലിക്ക് കിത്തനെ പൈർഹേ, ഈ പല്ലിക്ക് എത്ര കാലുകളുണ്ട് കുഞ്ഞുങ്ങളെ? ചിപ്പുകലിക്ക് കിത്തനെ പൈർഹേ, എത്ര കാലുകളുണ്ട്? 4 കാലുണ്ട് കേട്ടോ. 4 പൈർ കേട്ടോ, 4 പൈർ. ചിപ്പുകലി കഹാം ചൽത്തി ഹേ, പല്ലി എവിടെയാണ് നടക്കുന്നത്? പല്ലി എവിടെയാണ് നടക്കുന്നത്? റോഡിൻ്റെ നടുക്കൂടാണോ? അല്ല, ദീവാർമേൽ, ചുവരിൽ അല്ലേ, ചുവരിൽ. ചിത്രമേ, നമ്മുടെ ടെസ്റ്റിലെ ചിത്രത്തിൽ ചിപ്പുകലി കഹാം ബൈട്ടി ഹേ, ചിത്രത്തിൽ പല്ലി എവിടെയാണ് ഇരിക്കുന്നത്? അതും ദീവാർ പർ അല്ലേ, നമ്മുടെ ചുവരിൽ, ഭിത്തിയിൽ, ചുവരിൽ അല്ലേ. കോൻ ചപ്പാക്ക് ഗിർത്തി ഹേ, ആരാണ്? ചപ്പാക്ക് എന്ന് വെച്ചാൽ ഓർത്തോണ്ടേ കുഞ്ഞുങ്ങളെ, ചപ്പാക്കിൻ്റെ അർത്ഥം എന്താ? നമ്മൾ പറഞ്ഞു ടപ്പ് അല്ലേ, ചടപടയെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, താഴെ വീഴുന്ന. ഇവിടെ ആരാണ് ടപ്പ് എന്ന ശബ്ദത്തോടെ വീണത്? ആരായിരുന്നു? ചിപ്പുകലി കേട്ടോ. ആ 4 ഒക്കെയാണോ? ഇവിടെ ചിപ്പുകലിക്ക് കിത്തനെ പയർ, ചിപ്പുകലിക്ക് എത്ര കാലുകളുണ്ട്? 4. ചിപ്പുകലി കഹാം ചൽത്തി ഹേ, ചിപ്പുകലി പല്ലി എവിടെയാണ് നടക്കുന്നത്? ദീവാർ പർ. ചിത്രമേം, നമ്മുടെ ടെസ്റ്റിലെ ചിത്രത്തിൽ ചിപ്പുകലി എവിടെയാണ് എവിടെയാണ് ഇരിക്കുന്നത്? ദീവാറ്. കോൺ ചപ്പാക്ക്, ചപ്പാക്ക് എന്ന് വെച്ചാൽ എന്താണ്? താഴെ വീഴുന്നത് അല്ലേ. ഗിർത്തിഹേ, ആരാണ് ടപ്പ എന്ന ശബ്ദത്തോടെ വീണത്? ചിപ്പുകലിയാണ്. ചപ്പാക്ക് ഗിർനെ പർ ചിപ്പുകലി ക്യാ കർത്തി ഹേ, ടപ്പ് എന്ന് താഴെ വീണ പല്ലി എന്താണ് ചെയ്തത്? അവിടെ കിടന്ന് കരഞ്ഞേതോ? അല്ല, അപ്പനി ആപ്പ് സംഫൽക്കർ ഉഡ് ചൽ ദേത്തി ഹേ, സ്വയം എഴുന്നേറ്റ് പോകുന്നു. അപ്പനെ ആപ്പ് കോൻ ഉഡ് ചൽത്തി ഹേ, ആരാണ് അവിടെ സ്വയം എഴുന്നേറ്റ് പോയത്? ആരാണ്? നമ്മളിപ്പോൾ കുറേ പേരെ കണ്ടു. എഴുന്നേറ്റ് പോയത് അവിടെ ചിപ്പുകലിയ അല്ലേ. ബന്ദർ ക്യാ കർത്താ ഹേ, ബന്ദർ അവിടെ എന്താ കുഞ്ഞുങ്ങളെ ചെയ്തത്? ബന്ദർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി, അവിടെ നിന്ന് ഊഞ്ഞാലാട്, ചൂൾത്താഹേ എന്നാ കേട്ടോ. നിങ്ങൾ ഇതാണേ പഠിക്കേണ്ടത്. ചൂൾത്താഹേ, അവിടെ കിടന്ന് ഊഞ്ഞാലാടുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക അല്ലേ, ഊഞ്ഞാലാടുകയാണ്. മനസ്സിലാക്കണം. 7 ഇതൊക്കെ ഇതിനകത്തിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. 7 ഓക്കെ ആണോ? ഞാൻ 7 എഴുതിയുള്ളൂ തോന്നുന്നല്ലേ. ബന്ദർ കഹാം പകഡ്താ ഹേ, ബന്ദർ കഹാം പക്കട കേട്ടോ. പക്കഡ്താന്ന് വെച്ചാൽ പിടിക്കുക അല്ലേ. കുരങ്ങൻ എവിടെയാണ് പിടിച്ചത്? ഊപ്പർക്കി ഡാലിപ്പർ, എവിടെ? ആ മരത്തിൻ്റെ മുകളിലെ കൊമ്പിലാണ് അല്ലേ. മുകളിലെ കൊമ്പിൽ ഇങ്ങനെ പിടിച്ച് ആണ്. എവിടെയാണ് പിടിച്ചതെന്നാണ് നമ്മളോട് ചോദിച്ചത്. ആംഖേം മീംചിനാക്കിയ അർത്ഥം, ഇവിടെ നമ്മൾ കുറേ നേരം കൊണ്ട് പറഞ്ഞു ആംഖേ മീച്ചിന അല്ലേ, കണ്ണടയ്ക്കുക എന്ന് പറയത്തില്ലേ. ഇവിടെ അതിൻ്റെ അർത്ഥം എന്താണ്? കണ്ണുകൾ അടയ്ക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ചീംഡാസേക്ക താല്പര്യമല്ല, താല്പര്യ. ചിംഡ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അല്ലേ, ഉറുമ്പ്. സേക്യാ താല്പര്യം. ചിംഡ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണെന്നാണ്? ബെഡി ചീംഡി, വലിയ ഉറുമ്പ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. അടുത്ത കവിതാക്ക സന്ദേശിക്കാഹെ, നമ്മുടെ ഈ കവിതയിലെ സന്ദേശം എന്താണ്? ചിലപ്പോൾ അത് 2 മാർക്കിന് ചോദിക്കാൻ കൊള്ളാമെന്ന് പറഞ്ഞില്ലേ. എന്താ? മുസീബത്ത് സാമൻ കഫി ഫി അപ്പനെ ധൈര്യ ഖോന നഹി ചാഹിയെ, പ്രയാസങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും നമ്മുടെ ധൈര്യം നഷ്ടപ്പെടുത്തരുത് എന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ ജീവിതത്തിൽ വരും. അന്നേരം ഒന്നും നമ്മൾ എന്ത് ചെയ്യുക? ഒരിക്കലും നമ്മുടെ ധൈര്യം നഷ്ടപ്പെടുത്താതിരിക്കുക കേട്ടോ. പല പ്രയാസങ്ങളും നമ്മുടെ മുന്നിൽ വരും. നമ്മൾ അന്നേരം എന്ത് ചെയ്യുക നിങ്ങളെ? അതിലൊന്നും ഒരു കോഴ്സിൽ അതൊക്കെ സാരമില്ല, അതൊക്കെ സംഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് പോവുക കേട്ടോ. ഓക്കെ ആണോ? അത്രയും. ഇനി ടെസ്റ്റിലെ കുറേ ചോദ്യമുണ്ട് കേട്ടോ. ടെസ്റ്റിലെ ചോദ്യമുണ്ട്. അതായത് പ്രശ്നോത്തർ എന്ന് പറഞ്ഞ കണ്ടായിരുന്നു നമ്മുടെ ടെസ്റ്റിൽ. ആ പാട്ടിൻ്റെ ഇടയ്ക്കൊക്കെ നോക്കിയേ. തുരന്ത സംവൽ ജാതി ഉസ് ഋണ ഹി ആപ്കോ ഐസ കോയി അനുഭവേ, പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നു. നിങ്ങൾക്കിവിടെ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും പൂർവ്വസ്ഥിതിയിൽ എത്തുക എന്ന് വെച്ചാൽ ഇപ്പോൾ പല്ലി താഴെ വീണു, പൂർവ്വസ്ഥിതിയിൽ എഴുന്നേറ്റ് പോകുന്നു അല്ലേ. ഉറുമ്പുകൾ നടന്നു പോകുമ്പോൾ അറിഞ്ഞു എഴുന്നേറ്റ് പോകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് അല്ലേ. ഹാം എന്ന് പറഞ്ഞാൽ മതി. ഉണ്ടായിട്ടുണ്ട്.
നമ്മളൊക്കെ എത്രയോ കണ്ടിരിക്കുന്നില്ലേ ഓരോ ജീവികളുടെയും ഉണ്ട്. അടുത്ത ഹംസതാഹേ ആംഖേം മീച്ചെ ഇസ്ക മത്ലബ് ക്യാഹേ, കണ്ണ് ചിമ്മിച്ചിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താന്ന് രണ്ടാമത്തെ ചോദ്യം. എന്താ? ഹമേശ ഖുഷിമേം മഗ്ന് മഗ്ന് രഹത്താഹേ, എപ്പോഴും സന്തോഷത്തിലായിരിക്കുന്നു. ഖുഷി എന്ന് വെച്ചാൽ സന്തോഷം, ഹമേശ എപ്പോഴും സന്തോഷത്തിലായിരിക്കുന്നു എന്നതാണ് കേട്ടോ. ടെസ്റ്റിലെ ചോദ്യമാണ് ഹമേശ ഖുഷി കേട്ടോ, സന്തോഷം എപ്പോഴും. गिरने पर वे साहस होकर कफी न अपनी आंखें मलते. ഈ ഇവിടെ ഇൻ പങ്ക്തിയോം കാ സന്ദേശിക്കാഹെ, വീണാൽ ഒരിക്കലും ധൈര്യം നഷ്ടപ്പെട്ട് കണ്ണുകൾ തിരുമില്ലായിരുന്നു. ഈ വരിയുടെ സന്ദേശം എന്താണ്? നമ്മൾ വീണാൽ ഒരിക്കലും ധൈര്യം നഷ്ടപ്പെട്ട് കണ്ണുകൾ തിരുമില്ലായിരുന്നു. ഇവിടെ വരികളിലെ സന്ദേശം എന്താണ്? ധൈര്യനെ ഖോക്കർ കോശിഷ് കർണേ വാലോം കോ കഫി ഹാർ നഹീം ഹോത്തി. ധൈര്യം നഷ്ടപ്പെടുത്താതെ പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം സംഭവിക്കുകയില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. 3. നാലാമത്തെ ജോ ഹിമ്മത്ത് ഖോത്തെ പച്താത്തെ ഹേ ഇസ്സെ ആപ്പ് രഹമത്ത് ഹേ ക്യോ. ധൈര്യം നഷ്ടപ്പെടുമ്പോൾ അതിൽ ഖേദിക്കുന്നു, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? നമുക്ക് ഈ ധൈര്യമൊക്കെ നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടമാകുമ്പോഴോ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമ്പോഴോ ഒക്കെ അതിൽ നമ്മൾ ദുഃഖിക്കുന്നുണ്ടോ? നമ്മൾ അതിലൊക്കെ ദുഃഖിക്കുന്നുണ്ടോ? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ലേ? കോയി ബാധാ ജായേത്തോ ഹിമ്മത്ത് കെ സാത്ത് ഉസ്ക സാമന കർണ ചാഹിയേ. എന്തെങ്കിലും തടസ്സമുണ്ടാകുമ്പോൾ അത് ധൈര്യത്തോടു കൂടി നേരിടണം എന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടില്ലേ, അതൊക്കെ നിങ്ങളെ എന്തെങ്കിലും തടസ്സമാകുമ്പോൾ അത് ധൈര്യത്തോടു കൂടി നേരിടണമെന്ന്. 4 പഠിച്ചോ. 5 4 ഉള്ളൂ അല്ലേ, അതിനകത്തിലെ 4 ഉള്ളൂ. ഓക്കെ കുഞ്ഞുങ്ങളെ, ഇനി നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഇതൊക്കെ ടെസ്റ്റിലെ ചോദ്യങ്ങളായിരുന്നു കേട്ടോ. എൻ്റെ പടം തന്നിട്ട് അത് എഴുതാനൊക്കെ ആയിരുന്നു. നിങ്ങളുടെ ടെസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതാണ്ട് ഗിന്തി എന്ന് വെച്ചാൽ എഗ്ദോത്തി എന്ന് നമ്മൾ പറയത്തില്ലേ, നമ്പർ, അതിനാണ് ഹിന്ദിയിൽ ഗിന്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെസ്റ്റിൽ അത് ഈ 30 മുതൽ 40 വരെ ഉള്ളതിൽ ഏതെങ്കിലും ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. അല്ലെ 30 മുതൽ 40 വരെ എഴുതാനോ 40 മുതൽ 50 വരെ എഴുതാനോ ആയിരിക്കും ചോദിക്കുന്നത്. കാരണം 5ാം ക്ലാസ്സിലായിരുന്നു 1 മുതൽ 20 വരെ അല്ലെ 30 വരെയൊക്കെ പഠിക്കുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ എത്രയിലായി? 6ലായി. ഇനി 6ാം ക്ലാസ് ഇനി ഇതൊന്നും ചോദിച്ചുകൊണ്ടിരിക്കത്തില്ല, കാരണം ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് 30 മുതൽ 50 വരെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അത് പഠിച്ച് വെച്ചേക്കണേ കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. 1 2 3 4 5 6 7 8 9 10. ഇവിടെ എല്ലാം എളുപ്പമാണ്. ഇപ്പം 11 12 13 14 15 16 17 18 19 20. ഇത് പഠിക്കുന്ന ഒരാൾക്ക് ഇത് പഠിക്കാൻ എളുപ്പമാണ്. കാരണം ഇതിൻ്റെ നോക്കിയേ, ബാ വരുന്നത് 22 32 42 കണ്ടോ, ഇതെല്ലാം ബാ കണ്ടോ, അതായത് 2 വരുന്നത്. ഇപ്പം തീസ് ലാസ്റ്റ് വരുന്ന എല്ലാം 30 നോക്കിയേ, 35 35 തീസ് എല്ലാം അവസാനം വരുമ്പോൾ 30 കേട്ടോ. ഈസ് വരുന്നതെല്ലാം 20 ലീസ് വരുന്നതെല്ലാം 40 ആ ക്ലൂ വെച്ച് വേണം ഇതിങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പം നോക്കിയേ, അഡാരഹ് കണ്ടോ 18. അപ്പോൾ 28 അഡായിസ്, ഈസല്ലേ അഡായിസ്, കാരണം 20 30 അമ്മത്തീസ് അത്തീസ്, അത് 48 കണ്ടോ. ഇത് നല്ലപോലെ ഒന്ന് നോക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് നിങ്ങൾ കേട്ടോ. ഇത് നിങ്ങൾ ഒരു ഷീറ്റ് ബോണ്ട് പേപ്പർ എടുത്തിട്ട് വലുതായിട്ട് എഴുതി ഇതുപോലെ നേരെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. എഴുതിയെടുത്ത് തന്നെ പഠിക്കണം കേട്ടോ. അല്ലാതെ ഞാനിങ്ങനെ എഴുതി കാണിച്ചു എന്ന് എഴുതി നിങ്ങൾ ഇരിക്കരുത്. എഴുതിയെടുത്ത് പഠിക്കുന്ന, ഹിന്ദി പ്രത്യേകിച്ച് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം കേട്ടോ. എഴുതിയെടുത്ത് പഠിക്കുന്ന പിള്ളേർക്ക് മാർക്ക് കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഞാൻ ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് നിങ്ങൾക്ക് തന്നത്. ആദ്യമേ ഈ പാഠത്തിൻ്റെ മീനിങ് ആയിരുന്നു തന്നത് കേട്ടോ. മീനിങ് ഓരോ പാഠത്തിൻ്റെയും മീനിങ് വെച്ച് തന്നു. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മീനിങ്ങുകളാണ്. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ, 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ കുറേ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചീണ്ട എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, ഈ കവിതയുടെ സന്ദേശം എന്താണ്, കുരങ്ങൻ എവിടെയാണ് പിടിച്ചത് കേട്ടോ, കണ്ണ് ചിമ്മിച്ചിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ് തന്നത്. നിങ്ങളിത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അടുത്ത പാഠത്തിൻ്റെ, അതായത് ഇത് തൊട്ട് മുമ്പുള്ള പാഠത്തിൻ്റെയൊക്കെ നോട്ട് വേണം. മനസ്സിലാവുന്നുണ്ട്, ഹിന്ദി നല്ലപോലെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് പറ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇല്ലെങ്കിൽ പോട്ടെ, അറിയത്തില്ലെങ്കിൽ വിട്ടേരെ. മനസ്സിലാവുന്നില്ല, ബോറാ എന്നുണ്ടെങ്കിൽ അതും പറ കേട്ടോ. നമുക്ക് ഹിന്ദി എടുക്കണ്ട.
കേട്ടോ. അപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അടുത്ത ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നിൽ, ഇത് ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ്, ഇതിൻ്റെ തൊട്ട് മുന്നിലെ പാഠം ഞാനിടാം കേട്ടോ. അപ്പോൾ ഓക്കെ കുഞ്ഞുങ്ങളെ, വൃത്തിയായിട്ട് എല്ലാവരും പഠിക്കുക. വിഷ് ഓൾ ദ ബെസ്റ്റ്. വൃത്തിയായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക കേട്ടോ. നമ്മുടെ ക്ലാസ് തീരാറായി, നമ്മുടെ ലെക്ചറടിയൊക്കെ തീർന്ന് ഇല്ലേ. ഒരു 2 കൊല്ലം കൊണ്ട് നമ്മൾ സംസാരിക്കുന്ന പുസ്തകം മാറിയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും പഠിച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക്